മുടി കൊഴിച്ചിൽ തടയാൻ വേപ്പില വെച്ച് ചെയ്യാൻ പറ്റിയ 2 റെസിപ്പീസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമായത് കൊടുത്താലേ മുടി വളരൂ. ഇതിൻ്റെ കൂടെ ഓയിൽ മസാജും കൂടി ചെയ്താൽ മുടി തഴച്ച് വളരും. ഇതിന് സഹായിക്കുന്ന 2 നാച്ചുറൽ റെസിപ്പീസാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ഇമ്മ്യൂണിറ്റി കൂടാനും സഹായിക്കുന്നു. വെള്ളം ഓരോരുത്തരുടെയും ശരീരഭാരത്തിന് അനുസരിച്ച് വെള്ളവും കുടിക്കണം. വേപ്പിലയിൽ വളരെയധികം ഗുണങ്ങളുണ്ടെന്നറിയാലോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റി തന്നെയാണ്. ആദ്യം കാണിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ തയ്യാറാക്കുന്ന വേപ്പിലക്കട്ടിയാണ്. സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് നാരക ആവശ്യമാണ്. ഇത് ചെറുനാരങ്ങയുടെ ഇലയാണ്. ഈ വലിപ്പത്തിലുള്ളതാണ് നാരകത്തിൻ്റെ ഇല നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ നന്നായിട്ട് അഴുക്കുണ്ടാവും, നന്നായി കഴുകിയെടുക്കണം. പിന്നെ വേപ്പില ഞാൻ ഈ അളവിൽ എടുക്കുന്നുണ്ട്. വേപ്പിലയുടെ 1/3 ഭാഗമാണ് നാരകത്തിൻ്റെ ഇല വേണ്ടത്. ഇതിന് ഒരു കയ്പുണ്ടാവും, അതില്ലാതിരിക്കാനാണ് വേപ്പിലയുടെ ടേസ്റ്റ് വ്യത്യാസമൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരകം എടുക്കുന്നത്. അതിൻ്റെ ഞരമ്പ് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നാരകത്തിൻ്റെ ഇലയ്ക്ക് കട്ടി കൂടുതലാണ്, അതുകൊണ്ട് ഇതെല്ലാം സെപ്പറേറ്റാണ് വറുത്തെടുക്കുന്നത്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇത് സെപ്പറേറ്റ് എല്ലാതും വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് പൊടിക്കുമ്പോൾ അത് പൊടിച്ച് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അളവ്. അടുത്തതായി നമുക്ക് വേപ്പില വറുത്തെടുക്കാം. വേപ്പിലയും കൈകൊണ്ട് പൊടിക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി എരിവിന് ആവശ്യമായ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു പിടി കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടത് അത് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വറുത്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരു കൈപ്പിടി നിറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയിട്ട് നന്നായി വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പുളിരസത്തിന് പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഉണ്ടപ്പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുരുവില്ലാത്തതെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ആ ഇലകളും എല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കല്ലുപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ക്ലിപ്പ് എടുക്കാൻ മിസ്സായതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ഉണ്ടകളാക്കി വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് ഓരോന്നായിട്ട് എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതായിട്ട് എടുക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയോ കഞ്ഞിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ വേണ്ട, തൈര് മാത്രം കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അടുത്തതായി നമുക്ക് നെല്ലിക്ക വെച്ച് ചെയ്യാൻ പറ്റിയ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് 4 ചെറിയ നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്ക് നല്ല കാര്യമായ വ്യത്യാസം തന്നെ ഉണ്ടാകും. അത് 1 മാസം അടുപ്പിച്ച് കുടിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ അതിലൊരു ബ്രേക്ക് എടുക്കണം. എന്ത് വസ്തുവും ഒരുമിച്ച് കുറേ നാൾ അടുപ്പിച്ച് കഴിക്കാൻ പാടില്ല. ഈ വലിപ്പത്തിലുള്ള നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ തരത്തിലുള്ള നെല്ലിക്കയാണ്. ഇത് നാടൻ നെല്ലിക്കയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കൈപ്പിടി വേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിച്ചാൽ നല്ലൊരു മാറ്റം തന്നെ നിൻ്റെ മുടി വളർച്ചയിലുണ്ടാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.